സന്തോഷം ബ്രോ. ഇത്രയും വലിയ സിനിമയിൽ എന്തൊരു ഫേസ് ഉണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നുള്ള ഇവരുടെ കൂടെ ഇത്രയും വലിയ സ്റ്റാർസിനൊപ്പം എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അവരുടെ ഒരു പ്രോസസ്സ്, അവരുടെ ഒരു പ്രൊഫഷണലിസം കാണാൻ പറ്റി. പിന്നെ അറിയാലോ ഇത്രയും ഈസി ഒരു പ്രോജക്റ്റ് അല്ലേ മൗണ്ട് ചെയ്യാൻ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതെ 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 അതിൽ നമ്മൾ പല സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്ക, അസർബൈജാൻ അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്തു. ആക്ഷൻ, പ്രത്യേകിച്ച് ഒരു ഫൈറ്റിൽ നടക്കുന്ന ഒരു ആക്ഷൻ സീക്വൻസാണ്. നമുക്കവിടെ ലാലേട്ടൻ്റെ ലിഫ്റ്റിൽ നടക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സന്തോഷം. അതാണ് നമ്മുടെ ഓഡിയൻസ് എപ്പോഴും കോണ്ടന്റ് നോക്കിയിട്ടാണ് ഒരു അഭിപ്രായം സെറ്റ് ആവുന്നത്. അപ്പോൾ ഇതൊരു കോണ്ടന്റ് ഡ്രിവൻ മൂവിയാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ പടത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിയൻസിന് വിശ്വാസമുണ്ട് ഇത് അവർ ഏറ്റെടുക്കുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ മൂവീസ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനിയും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യുന്നൊരു മൂവിയാണത്. ഇനിയും കോണ്ടന്റ് ഡ്രിവൻ വലിയ സ്കെയിലിൽ ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഇനിയും വരട്ടെ. അപ്പോൾ ആദ്യം ജസ്റ്റ് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാത്രേ ഉള്ളൂ. ഹാപ്പിയാണ് ബ്രോ. പടം വർക്കായി, ഒരുപാട് സന്തോഷം. നമ്മളുടെ 1.5 വർഷത്തെ വർക്കല്ലേ, നന്നായി വന്നിട്ടുണ്ട്. മമ്മൂക്ക, ലാലേട്ടൻ, ഗ്രേറ്റ് കോമ്പിനേഷൻ. ഒരുപാട് സന്തോഷം. അതെ, എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല, ഭയങ്കര റയറായിട്ട് കിട്ടുന്ന സാധനം. അതിനെക്കുറിച്ച് എന്താ പറയാ? ഇല്ല, ഇത് നമ്മൾ എല്ലാവർക്കും ഒരു ലക്ക് ഫാക്ടർ ഉണ്ടാവുമല്ലോ. എൻ്റെ വർക്കായത് ഈ മൂവിയിലാണ്. എനിക്ക് ഇവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള വലിയ സന്തോഷം. അതേപോലെ ഗംഭീരമായിട്ട് സിനിമയിൽ വരികയും ചെയ്തു. ഒരു മാസ് മസാല എൻ്റർടൈനറുകളപ്പുറം ഒരു കഥയിൽ ഡ്രിവൻ ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകും മഹേഷ് താരയുടെ ഡയറക്ഷൻ. അതിനെക്കുറിച്ച് എന്താണ് പറയുക? എനിക്കിതൊരു മാസ് മസാല ഫിലിമായിട്ട് തോന്നിയിട്ടില്ല. എനിക്കിതൊരു നല്ലൊരു പൊളിറ്റിക്കൽ ഡ്രാമ, ഒരു എസ്പിനാജ്, സ്പൈ ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, അതിൽ വരുന്ന മലയാളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ടെക്നിക്കലി ഏറ്റവും ബ്രില്യൻ്റായിട്ട് എടുത്തേക്കുന്ന, ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്തേക്കുന്ന മനോഹരമായൊരു മൂവി. അത് സ്ക്രീനിൽ നന്നായി വന്നിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം. ഇനി കാണാനുള്ള പ്രേക്ഷകരോട് എന്താ? ഫസ്റ്റ് ഷോ കഴിഞ്ഞു, എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓടി പോയോ പടം കാണും. ഒട്ടും ഡിലേ ആയിരുന്നു. എത്രയും പെട്ടെന്ന് വന്ന് പടം കാണും. ഇല്ല, എനിക്കങ്ങനെ ഇനി വീട്ടിൽ പോയിട്ട് വിളിക്കണം. എനിക്ക് എടുക്കുമോയെന്ന് അറിയില്ല. നമുക്ക് സാധാരണ മെസ്സേജസിനാണ് റിപ്ലൈ ചെയ്യുക. ഫോൺ എടുക്കൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ദുബായിലേക്ക് പോകുന്നതാണ് ഇന്നലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ ദുബായിലായിരിക്കും. ആയിക്കോട്ടെ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കുറേ നാൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ നാൾ ഷൂട്ടിംഗ് ഷെഡ്യൂളൊക്കെ നീണ്ടുപോയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രോസസ്സിൽ മുഴുകിയിരിക്കുമ്പോൾ റിസൾട്ട് എങ്ങനെയാണെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അവസാനം ഫൈനൽ ഔട്ട്പുട്ട് വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നല്ല രീതിയിൽ എക്സിക്യൂഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ടെക്നിക്കൽ കാര്യങ്ങളിൽ എല്ലാവരും ദേ ഹവ് ഡൺ സോ വെൽ. മ്യൂസിക്കും സിനിമറ്റോഗ്രഫിയും വിഷ്വൽസും എല്ലാം കാണാൻ നല്ല രസമുണ്ട്. വെരി വെരി ഹാപ്പി. ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് എനിക്ക്. ആൻഡ് ഇത് മലയാളം സിനിമയിലും വലിയൊരു മൊമെൻ്റ് ആണ്. സോ വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം. ഒത്തിരി നായകന്മാരുള്ള സിനിമയാണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ക്യാരക്ടറുള്ള ഒരു കഥാപാത്രമാണ് താങ്കൾ ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് വെച്ചാൽ മമ്മൂക്കയുടെ കൂടെയുള്ള ഏറ്റവും കൂടുതൽ സീൻസ് ഉള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് എന്താ പറയുക? ആദ്യമൊക്കെ കുറച്ച് ഇൻറ്റിമിഡേറ്റഡ് ആയിരുന്നു. ഇത്രയും വലിയ സ്റ്റാറിൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്നും നമുക്ക് ഒരു ചെറിയ പ്രഷറും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടേക്കിൽ തന്നെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എല്ലാവരെയും മീറ്റ് ചെയ്യുമ്പോൾ, എല്ലാ ആക്ടേഴ്സിനെയും മീറ്റ് ചെയ്യുമ്പോൾ അവരെ ഒന്ന് ഈസിലാക്കണം. അവരെ ഒരു പ്രഷറും അങ്ങോട്ട് കൊടുക്കാറില്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായ ബെസ്റ്റ് പെർഫോമൻസും കിട്ടാനാണ് എല്ലാവരുടെയും ആഗ്രഹം. ആൻഡ് ഹി വാസ് വെരി വെരി ഹെൽപ്ഫുൾ വിത്ത് ദാറ്റ്. വളരെ ഒരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. സോ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വിഷയത്തെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും സാധാരണ ഒരു 2 ലെജൻസ് അഭിനയിക്കുമ്പോൾ ഒരു മാസ് മസാല എൻ്റർടൈനർ ഒന്നും അല്ലാതെ കഥയെ ഡ്രിവൻ ചെയ്ത് പോകുന്നൊരു സിനിമ വരുമ്പോൾ ആ സിനിമ എത്രത്തോളം പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട്? ഇത് ഒരു കോഷനറി ടെയിലായിട്ട് കണ്ടാൽ മതി. ഇത് ഒരിക്കലും നടക്കരുതാത്ത ഇതൊരു ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സംഭവങ്ങൾ ഒരിക്കലും നടക്കരുത്. അപ്പോൾ അതൊരു കോഷനറി ടെയിലായിട്ട് കണ്ടാൽ മതി. ആൻഡ് അതിനൊരു സിനിമാറ്റിക് രീതിയിൽ നല്ല പ്രസൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി തിയേറ്റേഴ്സിൽ തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ലെജൻസ് ഉള്ള സിനിമയാണ്. അവരെ ഒരു നടി എന്നതിനപ്പുറത്ത് ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ സ്ക്രീനിൽ നിന്ന് കണ്ടപ്പോൾ എന്താ ശരിക്കും തോന്നുന്നത്? വെരി വെരി ഹാപ്പി. ശരിക്കും ഞാൻ ഈ കഥ വായിക്കുമ്പോൾ ഒരു ഓഡിയൻസ് മെമ്പറായിട്ടാണ് ഈ സ്ക്രീൻ പ്ലേ ആദ്യം വായിച്ചത്. അപ്പോൾ സ്ക്രീൻ പ്ലേ വായിച്ചപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന ആ സിനിമ ഈ ഫൈനൽ ഔട്ട്പുട്ടുമായിട്ടും അതിലേറെ ആയിട്ടുണ്ട്. അപ്പോൾ
വളരെ വളരെ ഹാപ്പിയാണ്. ഇത് എൻ്റെ ഉള്ളിലെ ആക്ടറിനെയും ഫാൻ ഗേളിനെയും ഓഡിയൻസിനെയും എല്ലാം നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തൊരു സിനിമയാണ്. സോ അത്രയേ ഉള്ളൂ. എല്ലാവരും പോയി തിയേറ്റേഴ്സിൽ കാണുക. താങ്ക് യു സോ മച്ച്.